രാത്രി ഡിന്നറിന് എന്താ കറി ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ 4 മുട്ട ബാലൻസ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്ന് രാത്രി ചപ്പാത്തിയുടെ കൂടെ കോംബോ ആയിട്ട് മുട്ടക്കറി തന്നെ മതിയെന്ന് ഞാനും ഉമ്മയും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഒത്തൻറ്റിക് സ്റ്റൈലിലൊരു മുട്ടക്കറിയൊന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ തന്നെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. എന്തായാലും ഉണ്ടാക്കാൻ പോവല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടങ്ങ് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ടി വന്ന് നല്ല പരുവായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഉപ്പിടാൻ നിങ്ങൾ മറക്കില്ലല്ലോ. എല്ലാത്തിൻ്റെ അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കും. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്ന് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അരപ്പൊഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നല്ല തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ച മുട്ട കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിലൊന്ന് മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അവസാനമായിട്ട് ഒരിത്തിരി കറിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഓപ്ഷണലാണേ, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.